Start. Listen. Vegetation and wildlife. Plant life is short. Plants are small and scattered. Only mosses, lichens, grasses and low shrubs grow. Some stunted trees are found in this region. Most of these have berries and are an important source of food for the Arctic animals. Herbs grow in summer. ഇവിടുത്തെ ഈ ഗ്രീൻലാൻഡിലെ വെജിറ്റേഷൻ അല്ലെങ്കിൽ വൈൽഡ് ലൈഫിന്റെ പ്രത്യേകത, ഈ വെജിറ്റേഷൻ എങ്ങനെയാണല്ലോ, പ്ലാന്റ് ലൈഫ് ഈസ് ഷോർട്ട്. കുറെ നാള് നീണ്ടു നിൽക്കോ ചെടികളൊക്കെ? ഇല്ല, പ്ലാന്റ് ലൈഫ് ഷോർട്ട് ആണ്. പ്ലാന്റ് ഒരുപാട് നാളൊന്നും വളരില്ല. അതായത് ഒരുപാട് കാലമൊന്നും പ്ലാന്റ് നിലനിൽക്കില്ല. അദ്ദേഹത്തിന്റെ ജീവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലാന്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആണ്. പ്ലാന്റ്സ് ആർ സ്മോൾ. പ്ലാന്റ്സ് ചെറുതാണ്. അതുപോലെ സ്കാറ്റേർഡ് ആണ്. ഇനി സ്കാറ്റേർഡ് മീൻസ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ. ഓൺലി മോസസ്. മോസസ് മീൻസ് പായൽ. ലിച്ചൺസ് മീൻസ് കൽപ്പായൽ, കല്ലിനൊക്കെ പിടിച്ചിരിക്കുന്ന പായല്. പിന്നെ ഗ്രാസസ്, പുല്ലുകൾ, പൊക്കം കുറഞ്ഞ അധികം നീളം വെക്കാത്ത പുല്ലുകള്. ലോ ഷ്രബ്സ്, അതായത് ചെറിയ കുറ്റിച്ചെടികൾ. ഇതൊക്കെയാണ് അവിടെ വളരുക. സം സ്റ്റാൻഡേർഡ് ട്രീസ് ആർ ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ. മോസ്റ്റ് ഓഫ് ദീസ് ഹാവ് ബെറീസ് ആൻഡ് ആർ ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ദ ആർട്ടിക് ആനിമൽസ്. അതായത് ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, അതിലുണ്ടാവുന്ന ബെറീസ്. എന്താ ഏഞ്ചല്? ഏഞ്ചൽ ഫോണും കൊണ്ട് നടക്കണോ? അപ്പൊ അങ്ങനെ അതിലുണ്ടാവുന്ന ബെറീസ് എന്ന് പറഞ്ഞാൽ കുരു ഇല്ലാത്ത പഴങ്ങള്. സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ദ ആർട്ടിക് ആനിമൽസ്. ഇങ്ങനെയുള്ള ഈ പ്ലാന്റിൽ ഉണ്ടാവുന്ന ബെറീസ് ആണ് ഏത് ആർട്ടിക് ആനിമൽസ് ഫുഡായി യൂസ് ചെയ്യുന്നത്. ഹെർബ്സ് ഗ്രോ ഇൻ സമ്മർ. ഹെർബ്സ് എന്ന് പറഞ്ഞാ ഹെർബ്സ് എന്ന് പറഞ്ഞാല് ഔഷധ സസ്യങ്ങളൊക്കെ സമ്മർ സീസണിലാണ് അവിടെ വളരുക. ഒന്നും കൂടെ പറയാം. ഗ്രീൻലാൻഡിലെ പ്ലാന്റ് ലൈഫ് ഈസ് ഷോർട്ട്, സ്മോൾ ആൻഡ് സ്കാറ്റേർഡ്. Plants are growing there. Then example of plants are mosses, lichens, grasses and low shrubs. These are grow here. Then some stunted trees are there. They produce berries. These berries use the animal as food. Angel, what are you doing there? Angel, avade endha cheyyunnathu? എന്തുകൊണ്ട് കളിക്കുക ഏഞ്ചലെ? ഏഞ്ചലിന്റെ കയ്യിൽ എന്താ? പോയോ? ഓക്കെ, അപ്പൊ ഇതാണ്, ഈ ബെറീസ് ആണ് അവിടുത്തെ ആർട്ടിക് ആനിമൽസ് ഫുഡായി കഴിക്കാം. ഇനി സമ്മർ സീസണിൽ ഇവിടെ എന്ത് വളരും? ചെറിയ ചെറിയ ഹെർബ്സ്, ഔഷധ സസ്യങ്ങളൊക്കെ വളരും. ദ ആനിമൽ ലൈഫ് ഓൺ ദ റീജിയൻ ഈസ് സർപ്രൈസിംഗ്ലി റിച്ച്. മസ്ക് ഓക്സൺ, പോളാർ ബെയർസ്, ഹസ്കീസ് ആൻഡ് റെയിൻഡിയർ ആർ ഫൗണ്ട്. വിത്ത് ഇറ്റ്സ് ഫ്ലാറ്റ് ഫീറ്റ്, the reindeer can run very fast on the snow. Its waterproof skin allows it to swim long distance in ice cold water. Animal life, the animal life of the region is surprisingly rich. അതായത് ആനിമൽസിന്റെ ലൈഫ് എന്ന് പറയുന്നത് സർപ്രൈസിംഗ്ലി റിച്ച് ആണ്. നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അത്രയും റിച്ച് ആണ്, അത്രയും ഉണ്ട്. എന്തൊക്കെയുള്ളത്? ഒരുപാട് ആനിമൽസ്, നമ്മൾ അത്ഭുതപ്പെടുത്താൻ മാത്രം ആനിമൽസ് അവിടെ ഉണ്ട്. ഏതൊക്കെ ആനിമൽസാ? മസ്ക് ഓക്സൺ. മസ്ക് ഓക്സൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കസ്തൂരി കാളകൾ എന്ന് പറയും. മുഹമ്മദ് റുവൈസെ സിസർ താത്തു വെച്ചേ, കയ്യിലെത്താ. ഓക്കെ, മസ്ക് ഓക്സൺ കസ്തൂരി കാളകൾ. പോളാർ ബിയേഴ്സ്, ഹസ്കീസ്. എന്താ മക്കളെ ഹസ്കീസ് എന്ന് പറഞ്ഞാല്? ഒരു തരം നായയാണ്. ഇങ്ങനെയുള്ള തണുത്ത പ്രദേശങ്ങളൊക്കെ കാണുന്ന ഒരു തരം നായ. ഹസ്കീസ്, റെയിൻഡിയർ. These are the animals found there. And then with its flat feet, the reindeer can run very fast on the snow. അതായത് റെയിൻഡിയറിന്റെ
ഫ്ലാറ്റ് ആയുള്ള കാൽപാദം ഉപയോഗിച്ച് റെയിൻഡിയർ എന്ത് ചെയ്യും? മഞ്ഞിലൂടെ വേഗത്തിൽ ഓടും. മഞ്ഞിലെ വേഗത്തിൽ ഓടാൻ റെയിൻഡിയറിന് സാധിക്കും. ഇറ്റ്സ് വാട്ടർ പ്രൂഫ് സ്കിൻ, അതായത് അതിന്റെ തൊലി allows it to swim along distances in ice cold water. ഐസിലൂടെ, ഐസിന്റെ തണുത്ത ഐസ് വെള്ളത്തിലൂടെ നീന്താനും അതിനെ സഹായിക്കും. മനസ്സിലായോ? അപ്പം ആനിമൽസ്, പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഷോർട്ട് ആണ്. പിന്നെ സ്കാറ്റേർഡ് പ്ലാന്റ്സ് ആർ ദർ, മോസസ്, ലിച്ചൺസ്, ഗ്രാസ് ആൻഡ് ലോ ഷ്രബ്സ് ഗ്രോ ദർ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ബെറീസ് എന്ന് പറഞ്ഞാണ് ആർട്ടിക് ആനിമൽസിന്റെ ഫുഡ്. പിന്നെ ആനിമൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സർപ്രൈസിംഗ്ലി റിച്ച് ആണ്. ഒരുപാട് ആനിമൽസ് അവിടെ ഉണ്ട്. ആനിമൽസ് ഏതൊക്കെ ആനിമൽസ് അവിടെ കാണപ്പെടുന്നത് നോക്കാം. മസ്ക് ഓക്സൺ, പോളാർ ബെയേഴ്സ്, ഹസ്കീസ് ആൻഡ് റെയിൻഡിയർ. ഹസ്കീസ് എന്ന് പറഞ്ഞാല് ആർട്ടിക് റീജിയനിൽ കാണപ്പെടുന്ന ഒരു തരം നായയാണ് ഹസ്കീസ്. മനസ്സിലായോ? ആർട്ടിക് റീജിയനിൽ കാണുന്ന ഒരു തരം നായനെയാണ് നമ്മൾ എന്ത് പറയാ? ഹസ്കീസ് എന്ന് പറയാം. മസ്ക് ഓക്സൺ എന്ന് പറഞ്ഞാല് കസ്തൂരി കാളകൾ എന്ന് പറയും. യെസ്. പിന്നെ റെയിൻഡിയർ, പോളാർ ബെയേഴ്സ്, ഇനിയൊക്കെ അവിടെ കാണാൻ സാധിക്കും. റെയിൻഡിയറിന്റെ കാൽപാദം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയ കാൽപാദം ഉപയോഗിച്ച് റെയിൻഡിയർ എന്ത് ചെയ്യും? മഞ്ഞിലൂടെ വേഗത്തിൽ ഓടും. അപ്പൊ മഞ്ഞിലൂടെ വേഗത്തിൽ റെയിൻഡിയർ ഓടാൻ സാധിക്കുന്നത് അതിന്റെ കാൽപാദമാണ്, ഫ്ലാറ്റ് ആയി നിൽക്കുന്ന കാൽപാദം. മാത്രല്ല അതിന് വാട്ടർ പ്രൂഫ് സ്കിൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും? സ്വിം, നീന്തും. ലോങ് ഡിസ്റ്റൻസ്, ഒരുപാട് ദൂരം, ഐസ് കോൾഡ് വാട്ടറിലൂടെ ഒരുപാട് ദൂരം നീന്താനും ആർക്ക് പറ്റും? റെയിൻഡിയറിന് പറ്റും. Among the smaller animals are wolves, Arctic foxes and wolverines. These animals are protected against the cold by thick, warm fur and a heavy layer of fat under the skin. The danger of frostbite to their toes is reduced by their compact shape. അതായത് ഇങ്ങനെയുള്ള ആനിമൽസില് എന്ത് പറ്റും? ഏതൊക്കെയുണ്ട്? വൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചെന്നായകൾ അല്ലെ? വൂൾസ് എന്ന് പറഞ്ഞാല് ചെന്നായകള്, ആർട്ടിക് ഫോക്സസ്, പിന്നെ വോൾവറിൻസ്. ദീസ് ആർ ദ ആനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ കോൾഡ്. എന്തിനെതിരെ സൂക്ഷിക്കണം അവരെ? പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ കോൾഡ് ബൈ തിക്ക്, വാം ഫർ ആൻഡ് ഹെവി ലെയർ ഓഫ് ഫ്ലാറ്റ് അണ്ടർ ദ സ്കിൻ. ഇതിനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? അതിന്റെ തൊലിക്കട്ടി അല്ലെ? തിക്കായ തൊലി തിക്കായതുകൊണ്ട് അതിനെ ഈ തണുപ്പിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. ദ ഡേഞ്ചർ ഓഫ് ഫ്രോസ്റ്റ് ബൈറ്റ് ടു ദർ ടൂസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ദർ കോമ്പാക്ട് ഷേപ്പ്. ഇനി there are few birds in this region, but every year millions of ducks, geese and waders come to here to nest and feed in summer. This is the time of plenty for the Arctic fox, which preys on the weak and injured chicks. The Arctic fox eats as many as it can and hides the rest in the snow. It's fridge for the winter. The sea is rich with seals, whales and seabirds like the squaw and the loon. വായിച്ചു നോക്കാം. ആ ഒരു പാരഗ്രാഫ് നമുക്ക് നാളെ എടുക്കാം. അതിനു മുമ്പ് ഈ എടുത്തത്രയും പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് എടുക്കാം കേട്ടോ. വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് നോക്ക്. ഇന്ന് നമ്മൾ പറഞ്ഞത് ഗ്രീൻലാൻഡിലെ പ്ലാന്റ്സ് പൊക്കം കുറഞ്ഞതാണ്, ഷോർട്ട് ആണ്, ചെറിയതാണ്. അതുപോലെ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ, ഒരുപാട് കാലമൊന്നും നിലനിൽക്കില്ല. പിന്നെ അവിടെ കാണുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാ അവിടെ കാണുന്ന പ്ലാന്റ്സ്? ലിച്ചൺസ്, മോസസ്, ഗ്രാസ്, ലോ ഷ്രബ്സ്. ലിച്ചൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പായല് അല്ലെ? മോസസ് എന്ന് പറഞ്ഞാൽ പായല്. പിന്നെ ഷ്രബ്സ്, കുറ്റിച്ചെടികള്, പുല്ലുകള്, ഇതൊക്കെയാണ് അവിടെ വളരുക. പിന്നെ അവിടെ സ്റ്റണ്ടഡ് ട്രീസ് ഒക്കെ ഉണ്ട്. അതിലുണ്ടാകുന്ന ബെറീസ് അവിടുത്തെ ആർട്ടിക് ആനിമൽസ് ഫുഡായി യൂസ് ചെയ്യും. പിന്നെ ഇവിടെ കാണുന്ന ആനിമൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഒരുപാട് ആനിമൽസ് ഇല്ല, നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്രയും ആനിമൽസ് അവിടെ ഉണ്ട്. അതിൽ മസ്ക് ഓക്സൺ, പോളാർ ബെയേഴ്സ്, ഹസ്കീസ്, റെയിൻഡിയർ എക്സെട്ര ആർ ഫൗണ്ട് ദർ. മസ്ക് ഓക്സൺ എന്ന് പറഞ്ഞാൽ കസ്തൂരിക്കാളകള്. പിന്നെ ഹസ്കീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിക് റീജിയനിൽ കാണുന്ന ഒരു തരം നായ. പിന്നെ റെയിൻഡിയർ. ഇനി റെയിൻഡിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? അതിന്റെ കാൽപാദം നല്ല ഫ്ലാറ്റ് ആയ കാൽപാദമാണ് റെയിൻഡിയറിനുള്ളത്. അത് ഉപയോഗിച്ച് അതെന്ത് ചെയ്യും? ഒരുപാട് ദൂരത്തിൽ വേഗത്തിൽ ഓടാൻ റെയിൻഡിയറിന് സാധിക്കും. മാത്രമല്ല അതിന്റെ വാട്ടർ പ്രൂഫ് സ്കിൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും?
നീന്തും അല്ലെ, ഒരുപാട് ദൂരത്ത് ഐസ് കോൾഡ് വാട്ടറിലൂടെ നീന്താനും റെയിൻഡിയറിന് കഴിയും. ഇതാണ് റെയിൻഡിയറിന്റെ പ്രത്യേകത, കണ്ടില്ലേ? പിന്നെ among the smaller animals are wolves, arctic foxes, wolverines, etc. These animals are protected against the cold by thick. അതായത് ഇതിൽ നിന്ന് ഇതിന്റെ സ്കിന്ന് നല്ല കട്ടിയുള്ളതാണ്, അതിന് എന്ത് ചെയ്യാൻ പറ്റും, തണുപ്പിൽ നിന്നൊക്കെ വളരെ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. The danger of foresight to the tooth is reduced by the compact shape. എന്താ tooth എന്ന് പറഞ്ഞാല്? TOES. tooth എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ടു വിരലിന്റെ കറ്റില്ലേ, ഇതിനാണ് tooth എന്ന് പറയാം അല്ലെ. കാലിന്റെ ഒക്കെ വിരലിന്റെ അറ്റത്തെയാണ് നമ്മൾ tooth എന്ന് പറയാം. ഇത്രയും മതി, നമ്മൾ 2 പീരീഡ് ആയി. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിന്റെ ബാക്കി ടൈമില് കുറെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാനുണ്ട്, അവര് വായിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ആരൊക്കെ വായിക്കാതിരുന്നത്? യെസ്, എഡ്വിൻ, യു ക്യാൻ റീഡ് നൗ. അതിനുശേഷം ഒരു 10 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തരും, അതിന്റെ ആൻസർ കണ്ടെത്തുക. The land of ice. The northernmost and the southernmost regions of the earth are called polar regions. Both these regions are very cold. The region around the North Pole is called the Arctic region. It consists of the Arctic Ocean, thousands of islands in the island ആണ് ട്ടോ, അവിടെ എസ് സൈലന്റ് ആണ്, രാവിലെ പറഞ്ഞില്ലേ, island, including Greenland and the northern parts of the continent northern part of the of Europe, Asia and North America. Continents of Europe, Asia and North America. Greenland is the largest island in the world. Edwin, please stop there. Next one, Sai Krishna, you can read. എവിടെയാണോ എഡ്വിൻ നിർത്തിയത് അവിടെ മുതൽ വായിച്ചോ. Most of it is permanently covered by a thick sheet of ice. The island is about 2,680 kilometers in length and 1,280 kilometers in width. The Norse Vikings were the first to discover Greenland in the 10th century. Thick snow, hugged blocks of ice break off and fall into the sea. These are icebergs. They are very dangerous of passing ships as only a very small. അതിന്റെ ബാക്കി വായിച്ചോ, ലാൻഡ് സർഫേസ് വായിച്ചോ? മിസ് ലാൻഡ് സർഫേസ് അത് വായിക്കണം മിസ്സേ. ഗ്രീൻലാൻഡ് lies to northeast of Canada. Lies to the northeast of Canada and is separated from it by the Baffin Bay. Its northernmost point is only 650 kilometers from the North Pole. Except for the narrow coastal strips, its land surface is mountainous and is always covered with thick snow. Hugged blocks of ice break off and fall into the sea. Okay, stop. Next one, Shahana Shirin. Shahana, please unmute. Shahana Shirin.
ഷഹാന വായിക്കുന്നുണ്ടോ? ഷഹാനക്ക് എന്തോ പ്രോബ്ലം, നെറ്റ് പ്രോബ്ലം ആണോ? ഷഹാന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ, എന്നിട്ട് വായിച്ചേ. ഇല്ല. നെക്സ്റ്റ് വൺ, ഗ്രേസ് KAOS. വെയിറ്റ്. ഷഹാന, okay, you can read. ഷഹാന. Climate, darkness and cold are the two factors that control. അവിടെ എത്തിയില്ലല്ലോ. ഹ്യൂജ് ബ്ലോക്സ് ഓഫ് ഐസ്. അതിന് തൊട്ട് മുന്നിലത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ ലൈനിൽ Huge blocks of ice break off and fall into the sea. These are called icebergs. They are very dangerous for passing ships. Visible above the water. Climate, darkness and cold are the two factors that control life in the Arctic region. For several months of the year, there is no sunlight. In the short summer, there is continuous daylight. The sun shines even at midnight, makes it the land of the midnight sun. The temperature rarely rises above freezing point. Snow falls continuously throughout the long, gloomy winter. Chilly winds blow at a speed of over 160 kilometers per hour. The subsoil is permanently frozen. Vegetation and wildlife. Plant life is short. Plants are small. Adul, you can read. Vegetation and wildlife. Plant life is short. Plants are small and scattered. Only mosses, lichens, grass, and low shrubs grow. Some stunted trees are are found in this region. Most of these have berries and are an important source of food for the Arctic animals. Herbs grow in summer.
In summer. Okay. Grace KA. Unmute ചെയ്തേ മോളെ. Okay. The animal life of the region is surprisingly rich. Mars, Korean, polar bears, huskies, reindeer are found. With the snow, its waterproof skin allow it to swim long distance in ice-cold water. Among the smaller animals are wolves, Arctic foxes, and wolverines. These animals are protected against the cold by thick warm fur and heavy layer of fat under the skin. The danger of frostbite to their death is reduced by their compact shape. Compact shape. Okay, please stop. Then Edwin വായിച്ചതാണോ? വായിച്ചു. ഓക്കെ. ലക്ഷ്മിപ്രിയ വായിച്ചതാണോ? ഇല്ല. ഓക്കെ. അൺമ്യൂട്ട് ചെയ്ത മോളെ ലക്ഷ്മി. There are few birds in this region, but every year millions of ducks, geese, and waders come here to nest and feed in summer. This is the time of plenty for the Arctic fox, which preys on the weak and injured chicks. The Arctic fox eats as many as it can and hides the rest in the snow. It spreads for the winter. The sea is rich with seals, whales, and seabirds. Like the seabirds, like the swan and the loon. ഓക്കെ, അതിന്റെ മീനിങ് നമുക്ക് നാളെ പറയാം കേട്ടോ. അടുത്തത് ഏഞ്ചലെ. മിസ്, എന്റെ ടെക്സ്റ്റിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെയിലത്ത്. ആര് വെള്ളം ഒഴിച്ചു? എന്റെ അനിയൻ. എവിടെ ഇരുന്നു? ഏഞ്ചൽ ശരിക്കും എവിടെ ഇരുന്നിട്ടുള്ളത്? അനിയൻ എത്തുന്നിടത്ത് ഇരുന്നോണ്ടതല്ലേ? ഇവിടെ ഇരുന്നത്. അനിയൻ അറിയാ അതെവിടെയാ സ്ഥലം? കാണിച്ചേ. ഏഞ്ചൽ ഇരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചേ. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഏഞ്ചൽ ക്ലാസ്സിൽ ഇരിക്കുന്നത് അടങ്ങിയിരിക്കുന്നുണ്ടോ? ഇടയ്ക്ക് അവള് മൂവ് ചെയ്യുന്നവരെ കാണുന്നില്ലേ നമുക്ക്? ഇല്ലേ? കാണുന്നവരൊന്ന് കൈ കാണിച്ചേ. ഏഞ്ചൽ ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യുന്നില്ലേ? ഇരുന്നിടത്ത് തന്നെ സ്ഥിരം പെർമനന്റ് സീറ്റ് ആണോ ഏഞ്ചലിൻ്റെത്? അല്ല. അല്ലല്ലോ. അത് അനിയനും അനിയത്തിമാരൊക്കെ ഉള്ളവർ എന്ത് ചെയ്യണം? അനിയനും അനിയത്തിയൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്തടത്ത് ഇരിക്കണം, അല്ലേ? നമുക്കറിയാം എല്ലാവർക്കും തന്നെ അനിയനും അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അവർക്കൊന്നും അറിയില്ല, അവർ കുഞ്ഞു മക്കളാണ്. അനിയനും അനിയത്തിയൊക്കെ കുഞ്ഞു മക്കളാണ്, അവർക്കൊന്നും അറിയില്ല. അത് ബുക്കിൽ വെള്ളം ഒഴിക്കാൻ പാടില്ലാന്നോ ബുക്ക് കീറാൻ പാടില്ലാന്നൊന്നും അനിയനും അനിയത്തിക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അവരിൽ നിന്ന് മാറിയിരിക്കുക ക്ലാസ്. നമുക്ക് ആകെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ്, കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അനിയനും അനിയത്തിയൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്തടത്ത് ഇരിക്കുക കേട്ടോ ഏഞ്ചലെ. അനിയനും അറിയില്ലല്ലോ ചേച്ചിയുടെ ബുക്കിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, ചേച്ചിക്ക് പഠിക്കേണ്ടതാണെന്നൊന്നും അനിയനും അറിയില്ല. അവൻ കുഞ്ഞല്ലേ. ഏഞ്ചൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. കേൾക്കുന്നുണ്ടോ മിസ് പറഞ്ഞത്? കണ്ടോ, എല്ലാരും തന്നെ പറയുന്നുണ്ട്. അവരൊക്കെ ഇരുന്നിടത്ത് തന്നെയാണ് ക്ലാസ് കഴിയുന്നത് വരെ ഇരിക്കുന്നത്. നോക്കി, എഡ്വിൻ, ലക്ഷ്മിപ്രിയ, അതുല്, ജോസി പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നത് കൊണ്ടാണ് വണ്ടിയിൽ നിന്ന് ക്ലാസ് കേട്ടത്. അതുപോലെ നമ്മുടെ ഹന്ന, സായി കൃഷ്ണ, ഗ്രേസ്, ഷഹന, ഇവരൊക്കെ ഇരുന്നിടത്ത് തന്നെയാണ് ക്ലാസ് തീരുന്നത് വരെ ഇരിക്കുന്നത്. കേട്ടില്ലേ ഏഞ്ചലെ? അപ്പൊ മോൾ എന്ത് ചെയ്യാ? അനിയനൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത എടുത്തിരിക്കണം കേട്ടോ.
ഏഞ്ചൽ കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? ഒരു എത്ര പ്രാവശ്യമായി ഇപ്പം ലീവ് ചെയ്യുന്നു? കുറെ ടൈമായി ഏഞ്ചൽ ഇപ്പം കുറെ പ്രാവശ്യമായി പോകുന്നു വരുന്നു. റേഞ്ചിന്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. റേഞ്ചിന്റെ പ്രശ്നമാണ്. ഇത്രയും പ്രാവശ്യം പോവോ? യെസ്, യു ക്യാൻ റീഡ് ഏഞ്ചൽ. ഏഞ്ചലിന്റെ ടെക്സ്റ്റ് ഉണങ്ങിയോ? Yes. Yes, you can read now. ആദ്യം മുതലാണോ വായിക്കണ്ടേ? Yes. The land of ice, the northmost, southernmost regions of the earth are called polar regions. Both these regions are very cold. The region around the North Pole is called the Arctic region. It consists of the Arctic Ocean, thousands of islands, including Greenland and the northern parts of island ആണ് ട്ടോ. Ireland, including Greenland and the northern parts of the continents of Europe, Asia, and North America. Greenland is largest island in the world. Most of it is permanently covered by a thick sheet of ice. The island is about island. 2000. Island is about 2,680 kilometers in length and 1,280 kilometers in the width. The Norse Vikings were the first to discover Greenland in the 10th century. Okay, good. Next one. ഇനി ആരാ വായിക്കാത്ത ആള്? ജോസി, you can read now. Land surface. ജോസി അൺമ്യൂട്ട് ചെയ്ത് നമ്മളെ. Land surface. Greenland, like the northeast of northeast of അത് വായിക്കാൻ കിട്ടുന്നില്ല. ഏത്? northernmost and southernmost regions. ഇവിടെയല്ലേ ലാൻഡ് സർഫേസിലല്ലേ? ലാൻഡ് സർഫേസിൽ എവിടെ എത്തി? ബാഫിൻ ബേ ആണോ? അല്ല, നോർത്ത് ഈസ്റ്റ് ഓഫ് അത് കിട്ടുന്നില്ല. Greenland lies to the northeast of Canada and is separated from it by the Baffin Bay. Its northernmost point is only 615 kilometers from the North Pole. Except 615 ആണോ 650 ആണോ? 50. Yes. Except for the narrow coastal strips, its land surface is mountain and is always covered with the snow. thick snow. Okay, please stop. Then Josie, stop there. ഇനി ആരാ വായിക്കാനുള്ളത്? ഹന്ന വായിച്ച? ഹന്ന. Yes, you can read now, Hanna. ഞാൻ രാവിലത്തെ പീരീഡിൽ വായിച്ചായിരുന്നു. Okay, ഇപ്പൊ വായിച്ചോ. ഇപ്പൊ കൂടെ വായിച്ചോ.
ഇനി ആരെയും വായിപ്പിക്കാനില്ല? വേറെ ആരുമില്ലല്ലോ വായിക്കാൻ? യെസ്, Huge blocks of ice break off and fall into the sea. These are called icebergs. They are very dangerous for passing ships as only a very small portion is visible above the water. Climate. Darkness and cold are the two factors that control life in the Arctic region. For several months of the year, there is no sunlight. In the short summer, there is continuous daylight. The sun shines even at midnight, making it the land of the midnight sun. The temperature rarely rises above freezing point. Snow falls continuously throughout the long, gloomy winter. Chilly winds blow at a speed of over 160 km per hour. The subsoil is permanently frozen. Vegetation and white. Stop there. ഇനി മിസ് വൈറ്റ് ബോർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഇതിന്റെ ആൻസർ കണ്ടെത്തുക, ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ഫോർ യുവർ ഹോംവർക്ക്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് പോളാർ റീജിയൻ? വാട്ട് ഈസ് പോളാർ റീജിയൻ? What is polar region? What is polar region? Second one, what is Arctic region? What is Arctic region? ഇതിനാണ് നമ്മൾ Arctic region എന്ന് പറയാം. What is Arctic region? മൂന്നാമത്തത്, എന്താണ് ഐസ്ബർഗ്സ്? What is icebergs? Icebergs. What is icebergs? What is icebergs? Then next one, fourth one, describe the climate of. Describe the climate of. Describe the climate of Greenland. Greenland. കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ല മക്കളെ? നമ്മുടെ ടൈം ഇപ്പൊ നമ്മുടെ ക്ലാസ് കട്ടാവും. 3 മിനിറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ പോളാർ റീജിയൻ കൊടുക്കുന്ന ആർട്ടിക് റീജിയൻ കൊടുത്തു. ആർട്ടിക് റീജിയൻ. ആർട്ടിക് റീജിയൻ. ക്ലൈമറ്റ് ഓഫ് ആർട്ടിക് റീജിയൻ. ഓക്കെ, എഴുതിയില്ലേ? എഴുതി കഴിഞ്ഞില്ലേ?
Shahana is writing now. ജോസി കഴിഞ്ഞോ? യെസ്, അതുൽ കഴിഞ്ഞു, ഷഹാന കഴിഞ്ഞു, സായി കൃഷ്ണ കഴിഞ്ഞു. ഓക്കെ, വേറെ ആരായിരുന്നു? ലക്ഷ്മിപ്രിയ, ഏഞ്ചൽ, ഹന്ന. ഓക്കെ, അപ്പൊ മക്കളെ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ പറഞ്ഞതുപോലെ എല്ലാം നന്നായി പഠിക്കുക. ഈ ഹോംവർക്ക് ചെയ്യുക, ഹോംവർക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ഇടണേ. ടാറ്റാ, ബൈ ബൈ, സി യു. നാളെ മിസ് ഇല്ല, നാളെ ലീവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് സോഷ്യൽ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.